അതെ, നമുക്കൊരു മിനി ടെറേറിയം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വാ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് ജാറാണ്. മേലെ അടപ്പുള്ളൊരു ഗ്ലാസ് ജാറ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മണ്ണ് നിറയ്ക്കാം കേട്ടോ. ഈ മണ്ണ് എടുത്തിട്ട് ഇതിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല മണ്ണ് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് അമർത്തണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം കേട്ടോ ഈ മണ്ണൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. വളരെ കുറച്ച് മതി. ഞാൻ ആക്ച്വലി ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയി. സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയർ വെച്ചിട്ട് ചെയ്യുന്നതാവും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഒഴിച്ച് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ എക്സസ് ഉള്ള വെള്ളത്തിനെ ഞാനിങ്ങനെ ഒപ്പിയെടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ അറേഞ്ച് ചെയ്യാനുള്ള കുറച്ച് കല്ലും 2-3 ചെറിയ ബ്രാഞ്ചസും കൊടുക്കാം. നമുക്കിനി ഗ്ലാസിൻ്റെ ഈ മണ്ണിൻ്റെ മേലെ ഈ ചെറിയ കല്ലും ഈ 2 ബ്രാഞ്ചസൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള കുറച്ചൊന്ന് വിട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ട്വീസറാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും. അതെ, നമുക്ക് ആദ്യം ഈ മോസ് വെക്കാം കേട്ടോ, എന്നിട്ടാണ് കല്ലും ബ്രാഞ്ചസും വെക്കേണ്ടത് കേട്ടോ. ഞാൻ മറന്നുപോയി. ഇതും പായലാണ്. സാധാരണ വെള്ളമുള്ള എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഈ വേനൽക്ക് സമയത്താണ് തപ്പിയത്, അപ്പോൾ എനിക്കധികം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ്സ്, ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതിനകത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ, ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ പുല്ലായിട്ട് മുളയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ ചെറിയ ചെറുത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് പാവി കൊടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച കല്ലും ബ്രാഞ്ചസും എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് ഉള്ളിൽ. അപ്പം നമ്മുടെ ടെറേറിയം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെറേറിയം. കാണാൻ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.